ഇതാണ്ടാ കയ്യില് കടിച്ചതാണ്. അവനിക്ക് എങ്ങനെയാ പറഞ്ഞ ക്ഷമയില്ല. ഇതാ മുറുകൂടി ഇലയാണ് വെക്കണത്. വെക്കൊന്ന് പിടിച്ചു ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ തരുമല്ലോ. എന്തെങ്ങനെ ക്ഷമയില്ലാതെ കാണിക്കുന്നു ഷിജോ? കാരണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതാ സംഭവം. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ. ചിക്കൻ വേഗം വെയിറ്റ് ചെയ്യണ്ടേ? പെട്ടെന്ന് വേണം പറഞ്ഞ അങ്ങനെ ശരിയാവാ. വെയിറ്റ് ചെയ്യണ്ടേ? വേഗണ്ടേ? അത് എന്തായാലും കഴിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ വേദനയായില്ലപ്പോ. ചീത്ത കുട്ടികളെല്ലാം എങ്ങനെയൊക്കെ ചെയ്യാ ഷിജു. ഇന്നിവിടെ ഗ്രില്ലഡ് ചിക്കനും അത് പെട്ടെന്നാകണം പറഞ്ഞിട്ട് ശുചിക്കുട്ടൻ എന്താ കയ്യിൽ കടിച്ചിട്ടുണ്ട്. ആ രണ്ട് പരിപാടിയാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ക്ഷമയില്ലാതെ അവനിക്ക് ഭാഗം വേണം ഇത്. അപ്പൊ ഇന്ന് നല്ല മഴയാണ്. കർക്കിടക മാസമായിട്ട് സൂപ്പറായ മഴയാണ്. ഒപ്പം ഇതാ ഗ്രില്ലഡ് ചിക്കനും ഇത് കൂടിയിട്ട് കാന്താരി ഇട്ടിട്ട് ഉണ്ടാക്കണാണ്. അപ്പൊ നല്ല എരിവുണ്ടാവും. എരിവും ഇതൊക്കെ കൂടി കഴിക്കാൻ തണുപ്പും ശുചിക്കുട്ടൻ വെച്ച കാന്താരിയാണ്. ഇതാ കാനിലാണ്, മരത്തിന്റെ തണലും കാനിലൊക്കെ ആയിട്ടും കാന്താരി നന്നായി ഉണ്ടായിട്ടുണ്ട്. ശുചിക്കുട്ടൻ വെച്ച ചെടിയൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടില്ലേ? നന്നായി ഉണ്ടാവും. ഇഷ്ടമായി ചെറിയ ചെടി തൊട്ടുതാ എന്റെ അത്ര ഉയരത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. കാന്താരി ആണെങ്കിൽ നോക്കുക നിറയെ കായ്ച്ചിട്ടുണ്ട്. സിജു എങ്ങനെയാണ്? സിജു എന്ത് വെച്ചോ ആ സാധനം നിറയെ ഉണ്ടാവും. ശുചിക്കുട്ടി അങ്ങനെയാണ്. അത് നല്ല കുട്ടി കണ്ടില്ലേ? അത്ര കായ് നോക്കുക കണ്ട. എന്നെ കാണുന്നുണ്ടാ ഈ ഉയരത്തിലെ നിൽക്കല്. അപ്പൊ ഈ മുളക് ഇട്ടിട്ടാണ് നമ്മള് ഗ്രില്ലഡ് കാന്താരി കാന്താരിക്കറി വെക്കുന്നത്. കാന്താരി ചിക്കൻ ഗ്രില്ലഡ് ചെയ്യാൻ പോണത്. നല്ല എരിവായിരിക്കും. ശുചിക്കുട്ടി പാത്രം കാണിക്കുന്ന മാമ വലിച്ചേരാ. ഷിജു പറിക്കണ്ട. ഷിജു പറിച്ച ചിലപ്പോ എരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഒക്കെ കൊലക്കെട്ടിട്ട് കാച്ചിരിക്കുന്നത്. കൊലക്കെട്ടിട്ട് ശുചിക്കുട്ട ഇതിൽ ഓരോ കൊല നോക്കുക. ഇതുണ്ടല്ലോ ഇതിന്റെ ഭയങ്കര എരിവാണ്. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് കാന്താരിയാണ്. ഇതാ കാന്താരിയും ഇനി ഈ സാധനങ്ങളെ കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇന്തുപ്പ്, ഒരു ചെറുനാരങ്ങ, കുറച്ച് തൈര്, കുറച്ച് മല്ലിയില എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട്. ശിശുക്കുട്ടി സന്തോഷത്തിലാണല്ലോ. ചിക്കൻ പറഞ്ഞ പിന്നെ സന്തോഷമാണ്. സന്തോഷമായ അങ്ങനെയാണ് ഇത് പറയണ. മിക്സിയിലിട്ട് ശീക്കുട്ടി ഇതൊക്കെ മിക്സിയിൽ എടുത്തിടുന്ന ഓരോന്ന് എടുത്തിട്ട് ഇന്തുപ്പ്, വെളുത്തുള്ളി, കാന്താരിയുടെ ശീക്കുട്ട കാന്താരിയുടെ നല്ല എരിവ് കിട്ടണ്ടേ? കാന്താരി നോക്കണേ. കാന്താരിക്ക് എന്താ വേണം? ചിജുക്കുട്ടിനടുത്തിട്. ഉപ്പൊക്കെ എടുത്തിടുന്ന ഉപ്പൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ഉപ്പും ചെറുനാരങ്ങ നമുക്ക് ഒഴിക്കത്തില്ല. എന്താ ഉണ്ടാക്കണത്? പറ. എന്ത് കളർ ചിക്കൻ ഉണ്ടാക്കണേ? ഇവിടെ നോക്കുമാ പറ. പച്ച അമർക്ക് ചെറുനാരങ്ങ അമർക്ക് നന്നായി അമർക്ക്. സിജു മാമാനിയൊക്കെ എന്താ ചെയ്യാൻ നല്ല സത്യമല്ല. മതി. മഴ വരുന്നു. ശുചിക്കുട്ടി നോക്കട്ടെ. ചിക്കനിലൊക്കെ ചെറിയ ചെറിയ ഓട്ടയാക്കി വിട്. മസാല പിടിക്കണ്ടേ? പിടിക്കണം. പിന്നെ പിച്ച് വലിക്കുമ്പോ വേഗം കിട്ടുകയും ചെയ്യണം. മുറിഞ്ഞിട്ട് ശിജുവിനെ അറിയണ്ട്. നന്നായി ചെയ്യണ്ടതാ. നന്നായിട്ട് അറിയണ്ടതാ. ശിജുവിനെ അറിയണ്ട്. നല്ല മഴയും വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. നല്ല മഴയും ചിക്കൻ. അതെ, നല്ല മഴയും ഗ്രില്ലഡ് ചിക്കൻ അല്ലേ? അത് കാന്താരി ഗ്രില്ലഡ് ചിക്കൻ. ഷിജു ഒന്ന് നോക്കി നിക്കണേ. ഈ കല്ലിൽ ചുട്ടെടുക്കണം ശരിക്കൂട്ടാ. തീയൊക്കെ വേഗം കത്തിച്ച് ചൂടാക്കി വെക്കണം. ഉഷാറാണ് അല്ലേ? ചൂടാക്കി എടുക്കാനാണ് തിരുപ്പാട്. എല്ലാം കൂടി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ചേർത്തി എരിവാണിത്. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ശുചിക്കുട്ടിനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞ കാന്താരിയാണ്. കയ്യിൽ നിന്ന് എരിവ് അത്ര ഭാഗം പൂജ. ശുചിക്കുട്ട 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഗ്രില്ല് ചെയ്തെടുക്കാം. ശുചിക്കുട്ട അടച്ചു വെക്ക്. 1 മണിക്കൂർ കഴിയട്ടെ. ഷിജു വെയിറ്റ് ചെയ്യണ. വെയിറ്റ് ചെയ്യോ? പറയോ? എന്താ ഉഷാറ്. അപ്പൊ നമുക്ക് തീ പിടിപ്പിക്കാം. കരിയൊക്കെ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലേ? അല്ല, ഇതൊരു അരമണിക്കൂർ 15-20 മിനിറ്റ് കൊണ്ട് തീ സെറ്റാവും. കരി സെറ്റാവും.
അല്ല ചിക്കൻ നമ്മൾ വെച്ചിട്ട് ഒരു 1.5 ഒരു മണിക്കൂർ മണിക്കൂറായി. ആ 1 മണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കോ ഷിജു? വീശിക്കോ? നല്ല ഉഷാറാണ് വീശാനൊക്കെ ആൾക്കാര്. കല്ലായില്ലേ? ഇനി അത് വെക്കണം. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിതാ ചിക്കനൊക്കെ ഇതിൽ വെക്കാൻ പോകുന്നു. ഒന്നും തുടങ്ങാം. ശരിക്കുട്ടാ എന്താ വെക്കുന്നത്? എന്താ ഗ്രില്ല് ചെയ്യണത്? പറ. ആ ചിക്കൻ. ചിക്കൻ ഇഷ്ടമാണോ? ചിക്കൻ ഇഷ്ടമാണോ? അതിനൊക്കെ ഉഷാറാണ് ആള്. അതെ. അപ്പൊ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ചൂടാനെടുക്കാം. കണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടിതാ നല്ല കാന്താരി ഗ്രില്ലഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല ഉഷാറായിരിക്കും. ഷിജുക്കുട്ട കയ്യിൽ കടിച്ചതാ. ഒരു ക്ഷമയില്ലായ്മയില് ചെയ്ത പണിയാ. ഷിജു ഇവിടെ നോക്ക്. എന്തിനാ ഷിജു കൈ കടിച്ചേ? ഇരിക്കുന്ന കണ്ടില്ലേ? ഷിജുക്കുട്ട ചിക്കന് വേകണം ഷിജു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് വേറെ സന്തോഷമായിരുന്നിട്ട് ഷിജുക്കുട്ട കയ്യിൽ കടിച്ചു. മാമാകെ വിഷമത്തിലിരിക്കുക. അവനിക്കിത് വേഗം കിട്ടണം. അല്ലാതെ ഇവിടെ ഇപ്പൊ ഒരു കാരണം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു കാരണം ഉണ്ടായിട്ടില്ല. വല്ല ആവശ്യമുണ്ടോ ഷിജിക്കുട്ട? ഇത് ഷിജിക്കുട്ട എനിക്ക് വെന്തിട്ട് തരുമല്ലോ. വേഗം വേഗണം, വേഗം കിട്ടണം എന്നുള്ള ആ ക്ഷമയില്ല അവനിക്ക്. ഷിജു വെയിറ്റ് ചെയ്യണം. ചിരിക്കുകയാണ് ഷിജു അല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഇല്ല പറ. ആ നല്ല കുട്ടിയല്ലേ? ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വന്നതും തരും. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഹാപ്പി. വന്നതും തരും ഷിജിക്കുട്ടാ. ഇനി വെന്ത് കഴിഞ്ഞാലും ഇതേമാതിരി ഞാൻ പറഞ്ഞില്ല നേരത്തെ, വെന്ത് കഴിഞ്ഞാലാണ് കടിക്കുക പറഞ്ഞത്. പക്ഷെ എല്ലാ സമയം അവനിങ്ങനെ ചെയ്യില്ല. പക്ഷെ ചിക്കനെ അവനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനിക്കത് വേഗം വേണമെന്നുള്ള, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, വേഗം വെക്കി എന്നൊക്കെ ആയിരിക്കും. അല്ലേ? പെട്ടെന്ന് വേവിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് താ. അവനിക്കത് വേഗം തരണമെന്നാണ്. എന്തിനാണ് ഇതിനെ പരട്ടി വെച്ച് സമയം. പിന്നെ ഇതിൽ കൂടി നമ്മൾ ക്ഷമന കൊണ്ടുവരുന്നത്. വേഗണം, വെയിറ്റ് ചെയ്യണം, അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കണം, ക്ഷമ പഠിപ്പിക്കണം. അങ്ങനെ തന്നെയാണ്. അതെ അതെ. അപ്പൊ എല്ലാ സമയം ഇങ്ങനെ ചെയ്യില്ല. ചില സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അധികം ജലദോഷമോ അങ്ങനെ വല്ല കഫക്കെട്ടോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേ ചെയ്യാ. ചെറിയൊരു കഫക്കെട്ടും ഉണ്ട് അല്ലേ? പിന്നെ എന്തിനാണ് കടിച്ചെന്ന് 2-3 പ്രാവശ്യം ചോദിച്ചു. അതവനിക്ക് തീരെ പിടിച്ചില്ല. അപ്പോഴാണ് പിന്നെ മുറി വലുതായത്. മുറിവ് കൂടുതലായി. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല പറഞ്ഞ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവർക്ക് പറയുന്നത് എല്ലാം അറിയാം കാര്യങ്ങള്. നമുക്കാണ് ഇവരിന് ഇനിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. പറഞ്ഞാ ഈ കടിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. എന്തിനാ നീ കടിച്ചതെന്ന് ചോദിക്കണല്ലോ. അത് ചെയ്ത് തെറ്റാണ്, കടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ടിരുന്നു. അപ്പോൾ ഞാൻ സ്നേഹത്തിൽ ശരിക്കൊട്ട എനിക്ക് അടിക്കണ്ടാട്ടമ്മ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി കടിക്കാൻ വന്നു. എളുപ്പം എന്നെ അടിക്കാനും വന്നു. എന്താ ചെയ്യുക? നമ്മുടെ ഒരു തലയിലെടുത്തേ കേപ്പ് എന്താ പറയാ, കീപ്പിട്ട് ഉഴിയാൻ പറ്റില്ല, മേപ്പിട്ട് ഉഴിയാൻ പറ്റില്ല പറയില്ലേ? നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടികളിനെ വെച്ച് നമ്മൾക്ക് ഭൂമിയോളം ക്ഷമ വേണം. എപ്പോ വേണേലും പൊട്ടിത്തെറിക്കും. നമ്മൾ അപ്പൊ ക്ഷമിക്കണം. അവൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ അവനൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ മാമന് ചെയ്യുന്നു. എങ്ങനെ കടിക്കാൻ വന്ന ഒരു കടി തന്നാൽ തന്നെ അപ്പൊ അവൻ അമുത്തിയൊന്നും കടിക്കില്ല. ഒരു അമുക്കുമായി ഇങ്ങനെ ആക്കും. അപ്പൊ തന്നെ എന്താ ഷിജു ചെയ്യുന്ന പറഞ്ഞ വിടുകയും ചെയ്യും. അപ്പൊ തന്നെ തുടച്ചു തരും. അവരങ്ങനെ വളരെ മൂർഖം പാവന്മാരിയാണ്. പെട്ടെന്ന് ടക്കുന്ന് കൊത്താൻ വരുന്ന മാതിരിയാണ്. സെക്കൻഡ് കൊണ്ട് തന്നെ അവർക്ക് ചെയ്യണത് തെറ്റാണെന്ന് അപ്പൊ തന്നെ പിന്തിരിഞ്ഞ് മാറുകയും ചെയ്യും. അത് പറഞ്ഞ ദേഷ്യം, ചിലർക്ക് ദേഷ്യം പറയില്ലേ? എനിക്ക് ഇങ്ങനെ ചെയ്ത സമയത്ത് മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോ ഷിജു ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഈ ദേഷ്യമൊന്നും പലവരും ഭയങ്കര പ്രശ്നവും അച്ഛനമ്മമാരിനെ സ്ഥിരമായി തല്ലിനും അടിക്കലും കുത്തലും അവനെ ഉപദ്രവിക്കലും അവനെ കടിക്കലും ചോരു കൊണ്ട് തലയിടിക്കലും ചുകര വരുത്തലും ഒക്കെ ഉണ്ട്. പല കുട്ടികളും പലതരത്തിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഷിജു ഇതൊന്നും കാര്യമില്ല. അതെ.
പക്ഷെ ഷിജു ചെയ്യണേല് നമ്മുടെ ഭാഗത്തും ചില തെറ്റുകളുണ്ട്. അത് പറഞ്ഞ നമ്മളിത് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോ പെട്ടെന്ന് വെക്കണം. നമ്മൾ വീഡിയോക്ക് വേണ്ടി സ്ലോവില് പറഞ്ഞ് വെക്കുമ്പോഴൊക്കെ ഇതിന് ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഫോട്ടോ എടുക്കണേ. അപ്പൊ അങ്ങനത്തെ അഭിനയൊന്നും അവനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് അവര് കൊണ്ടുവരുന്നത്. ചില ക്ഷമകളും വെയിറ്റിങ്ങും ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതെ, അങ്ങനെയുള്ള എനിക്ക് ഒരുപാട് മാറ്റങ്ങളും. അവന് സന്തോഷമായി. പറഞ്ഞു അവൻ ആദ്യം തന്നെ ഇപ്പൊ കടിക്കും, കൈ കെട്ടിക്കോ പറഞ്ഞു. കെട്ടാൻ വേണ്ടി റഫി തുണിയെടുക്കാൻ പോയതാണ്. എനിക്കറിയാം അവൻ അടുത്ത സ്റ്റെപ്പ് കടിക്കലാണ്. അവന്റെ സ്വഭാവം നമുക്കറിയാം. അടുത്ത സ്റ്റെപ്പ് കടിക്കലാണെന്ന് എനിക്കറിയാം. തുണി എടുക്കാൻ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ചോദിച്ചു, എന്തിനാണ് നീ ചിരിക്കുട്ട കടിച്ചു പറഞ്ഞു. അപ്പൊ വീണ്ടും ഒരു കടി ചോദിച്ചു. ഇങ്ങനെ കടിക്കുകയോ പറഞ്ഞ് അവന് ചീത്ത പറഞ്ഞപ്പോ അവന് ചെയ്തു. പിന്നെ 2-3 കടി നായി കടിക്കണ മാതിരി കടകടാതെ കടിക്കാനും തുടങ്ങി, ചോര കുടിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ചീച്ചു. അവർക്ക് വേദനയൊക്കെ ഉണ്ടാവും. ഇത് കഴിയുമ്പോ നല്ല വേദന. ആ ദേഷ്യത്തിൽ അപ്പ കാണിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ വെച്ച് വളർത്തുന്നവര് രക്ഷിതാക്കളൊക്കെ നല്ല കഷ്ടങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇവർക്ക് പറഞ്ഞ നമ്മുടെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു മാറ്റമാണ് അവരുണ്ടായിരിക്കുന്നത്. ഒറ്റയ്ക്ക് ആരിന്റെ സപ്പോർട്ട് ഇല്ലാത്തവർക്കൊക്കെ നേരിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരിട്ട് വരുമ്പോ ഒരാളെ തടുക്കാനും കൂടി വേണമെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയും. ഞാൻ ഓടുന്തോറും എനിക്ക് എളുപ്പം കൂടും. ഇവന്റെ ആരോഗ്യത്തിന് മുന്നിൽ മറ്റുള്ളവന്റെ ശക്തിയൊന്നും ഒരു ശക്തിയല്ല. പിന്നെ തിരിച്ചു ഓടിക്കഴിഞ്ഞ് എളുപ്പമായ പിന്നെ നമ്മളെ എളുപ്പമായി, നമ്മൾ തിരിച്ചു ഓടാനും പറ്റില്ല. അങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞ ഒരു ആനമായി തന്നെ. ആനയിപ്പോ എപ്പോഴും ഒരാളുടെ ഉപദ്രവിച്ച വിടുവോ? ഇപ്പൊ കണ്ടില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവര് ചെയ്യുന്ന അവർക്ക് തന്നെ അറിയില്ല. എന്തായാലും നല്ല കുട്ടിയാണ്. എന്റെ കുട്ടിക്ക് ചിക്കൻ കൊടുക്കും, കാന്താരി ചിക്കൻ കൊടുക്കും. മാമാനൊന്നും ചെയ്യില്ല അവന്. അവന് ചങ്ങാതിയാണ് ചിച്ചു. ഇല്ല കുട്ടാവരാ ഉമ്മാന്റെ ചങ്ങാതിയാണോ? ഉമ്മാന്റെ ചങ്ങാതിയാണോ പറയാ? ഉമ്മാന്റെ ചങ്ങാതിയാണോ? പറയുമ്മാ. ഇല്ല ഇല്ല, ഉമ്മാന്റെ ചങ്ങാതിയാണോ പറയോ? ഓ ഗുഡ് ബോയ് ആണ് ഉമ്മാന്റെ. ചക്കര കുട്ടിയാണ്. ചിക്കുട്ട എന്തിനാ കടിച്ചത്? ചിക്കുട്ട എന്തിനാ കടിച്ചത് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതല്ലേ. മകി സങ്കടമായിട്ടല്ലേ ചോദിച്ച്? ഞാൻ അങ്ങനെ ചെയ്യണ്ടാട്ടുമ്മാ ഇല്ല പറ. ശിശുക്കുട്ടൻ്റെ ഒരു കാര്യം ചോദിക്കാട്ടാ. ശിശുക്കുട്ട അടഞ്ഞ ആരാണ് പറയാ? ആന പറയണ്ട. ഒന്നും കൂടി. ശിശുക്കുട്ട അടഞ്ഞ ആരാണ് പറയാ? ആന. കണ്ടില്ലേ? ആന തന്നെ. ആനയും പുലിയും എല്ലാമാണ്. എടഞ്ഞ എല്ലാം ശിശുക്കുട്ട നല്ല കുട്ടിയാണ് അല്ലേ? എടഞ്ഞ അത് കുറച്ച് നേരത്തിന്. പല കുട്ടികളും പല തരത്തിലാണ്. അതെ അതെ, രക്ഷിതാക്കളും ഇതിന്റെ ദുരിതങ്ങളും അനുഭവിച്ചിട്ടിരിക്കുക തന്നെ. പുറത്ത് പറയാൻ പറ്റാണ്ടും അവിടെ കൊണ്ടുപോകാൻ പറ്റാണ്ടും ഒക്കെ. ചിരിക്കുട്ടനെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, ചിരിക്കുട്ട അടഞ്ഞ ആരാണ്? ആന ആന. ഇപ്പോഴും അവനക്കത് ഓർമ്മയുണ്ട്. വെറുതെ പറയാ, അവനിക്ക് അറിയൊന്നുമില്ല ആൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതൊന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിരിക്കുട്ട അടഞ്ഞ ആരാണ്? ആനയാണ്. ആന പറഞ്ഞു. ആനനെയൊക്കെ അവനിക്ക് അറിയാം, പക്ഷെ ആൻ്റെ സ്വഭാവം ഒന്നും അറിയില്ല. അതൊന്നും അറിയില്ല. വേണ്ട വീശണ്ടേ? ശരി ശരി ആയിക്കോട്ടെ. ചിക്കൻ വേഗട്ടെ എന്നാണ് അവൻ പറയുന്നത് അല്ലേ? ചിക്കൻ പറഞ്ഞ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ക്ഷമയില്ലായ്മ അപ്പൊ കാണിച്ചത്. ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി അതിന് വേറെ തുടങ്ങാം. ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാ. ഇനി കമ്പിയിൽ അങ്ങോട്ട് കോർക്കാം. ആദ്യം ഒരു വെള്ളിരിക്കാം, അങ്ങനെ കോർക്കാം. ഒരു ക്യാരറ്റ്. ചിരിച്ചിട്ട് ചെയ്യണം. നല്ല ഉഷാറായി ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം കടിച്ചപ്പോ അതെല്ലാം മറന്നുപോയി. അതാണ് ഇത്തിരി അതെല്ലാം അടിയിൽ കൂടെ മറന്നുപോയി. ശരി വെച്ചല്ലേ? നമ്മളിത് വെടിച്ചപ്പോ ചെറിയൊരു കാന്താരിന്റെ ഒന്നും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന കാന്താരി മുളക്, കുറച്ച് ബട്ടർ ഉണ്ട്, കുറച്ച് ബട്ടറും പറഞ്ഞത് വെടിച്ചു. തീയൊക്കെ ഇൻട്രസ്റ്റ് പോയി അവൻ കടിച്ചപ്പോ.
സന്തോഷം പോയി ചെയ്യുന്നത്. അവനിക്ക് ഉഷാറായി, പക്ഷെ നമുക്കതൊരു വിഷമം തന്നെയല്ലേ. മുറിവ് നമ്മൾ എങ്ങനെയൊക്കെയോ ഉണക്കി അതിനെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും അടുത്തത് എല്ലാം മാറി ഒന്ന് ക്ലിയർ ആയി വരുമ്പോഴേക്കും അവൻ അടുത്തത് ചെയ്യും വെക്കും. എന്താ ചെയ്യുക? സിജുവിനെ സംബന്ധിച്ചോളമൊക്കെ വളരെ കുറവാണ്. ഓരോ കുട്ടികളുടെ വിഷമങ്ങളൊക്കെ നമുക്കറിയാം. ഓരോ കുട്ടികളും അവൻ്റെ രക്ഷിതാക്കൾ, കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇതിൻ്റെ വേദന സഹിക്കണമൊക്കെ രക്ഷിതാക്കളാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് എടുക്കാൻ പോവുകയാണ്. ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതും വെന്തിട്ടുണ്ട്. കാന്താരി ഗ്രില്ലഡ് ചിക്കന് റെഡിയായി. നമ്മുടെ സാലഡ്, പകുതി വന്ന സാലഡ്, സൂപ്പർ കാന്താരി ഗ്രില്ലഡ് ചിക്കന് അല്ലേ? ഒമാൻ റൊട്ടി ശരിക്കിട്ടാ കാന്താരി ഗ്രില്ലഡ് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല എരിവുണ്ട്, നല്ല കാരം, നല്ല ചൂട്. മഴ പോയി, മഴയൊക്കെ പോയി, എന്നാലും നന്നായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അതിന് രക്തമഴ ഒഴിപ്പിച്ചല്ലോ ഇവിടെ. രക്തമഴ കടിച്ചിട്ട് അല്ലേ? സാലഡ്. ശിജുക്കുട്ട ഹാപ്പിയാണോ? പറയാനൊന്നും ഒഴിവില്ല. ശിജുവിന് ഒമാൻ റൊട്ടി നന്നായിട്ടുണ്ട്. ഇത് ഉപ്പും മുളകും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? നല്ല ചന്തമുണ്ട്. ഞാനൊന്നും കഴിക്കണ്ടേ? അവന്റെ എടുക്കണ്ടേ? എന്താ ടേസ്റ്റ്! അത്ര വലിയ എരിവൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ആവശ്യത്തിന് സൂപ്പർ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും ഇതേമാതിരി കാന്താരി ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. ചുടാൻ പറ്റാത്തവർ കറി വെച്ച് കഴിക്കുക. കാന്താരി ഇട്ട് വെക്കുമ്പോ അതിനൊരു എഫക്റ്റ് വേറെയാണ്. അതെ. ബൈ. കയ്യിൽ മാത്രം ആരും കടിക്കണ്ട. ശിജിക്കൂട്ടനെ തന്നെ ശ്രദ്ധിക്കണം.